തൃക്കുടിത്താനത്ത് മഹാവിഷ്ണുവിൻ്റെയും നരസിംഹമൂർത്തിയുടെയും തിരുസന്നിധിയിൽ വന്നിരുന്ന് മഹാഭാരതം വിചിന്തനം ചെയ്യാൻ ലഭിക്കുന്ന അവസരം ജീവിതത്തിലെ ഒരു ഭാഗ്യം എന്നല്ല, അതൊരു പുണ്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള സത്രങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ട യോഗ്യത ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ സമ്പാദിച്ചു വെച്ച സ്വല്പ പുണ്യം കയ്യിലുണ്ടാവണം. അതുള്ളവർക്ക് മാത്രമേ ഇവിടെ കടന്നിരിക്കാനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് വഴിയെ പോകാനേ പറ്റുള്ളൂ. ഇവിടേക്ക് കടന്നിരുന്ന് ഇത് കേൾക്കണം, ഇതിൽ പങ്കെടുക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടായി അത് നടപ്പാക്കുന്നെങ്കിൽ ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ നേടിവെച്ച കുറച്ച് പുണ്യം കയ്യിലുണ്ട്. നമ്മളൊക്കെ പുണ്യാത്മാക്കളാണ്. അതുകൊണ്ടാണ് ഇവിടെ കടന്നു വന്നിരുന്ന് ഇങ്ങനൊരു സത്രത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ്. ഈ പുണ്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ്. ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ധാരാളമുണ്ട്. അവിടെയൊക്കെയും ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ കൈമുതൽ. ബാക്കിയൊക്കെ നമുക്കിവിടെ കളഞ്ഞിട്ട് പോകാനുള്ളതാണ്. കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ പുണ്യം മാത്രമേ ഉള്ളൂ. ശരീരം, കളത്രം, ഫുദാൻ, ബന്ധുവർഗം, വയസ്യം, ധനം, പത്മഭൃത്യൻ, ഭുവം ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ശരീരം ഇവിടെ കളഞ്ഞിട്ട് പോകും. ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ ഇവിടെ ഉപേക്ഷിക്കും. കോടിക്കണക്കിന് കാശുണ്ടാക്കി ഗംഭീരമായി പണിഞ്ഞു വെച്ച വീട് ഇവിടെ ഇട്ടിട്ട് പോകണം. അതിനകത്തെ ഉപകരണങ്ങൾ, സാധനങ്ങളൊക്കെ വിട്ടിട്ട് പോകണം. 2-3 തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ച സ്വത്ത് അതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകണം. കൂട്ടുകാര്, ബന്ധുക്കള്, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സമസ്തം പരിത്യജ്യ, ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ മരിച്ചു പോയി എന്നാ പറയാം. അപ്പൊ പോവും. ഈ പോകുമ്പോൾ ആര് കൂടി ഉണ്ടാകും? ഈ ജന്മത്തിൽ സമ്പാദിച്ചു വെച്ച സ്വല്പ പുണ്യമുണ്ടെങ്കിൽ അത് കൂടി ഉണ്ടാകും. അത് നഷ്ടപ്പെടില്ല. ഒരിക്കലേവനും ഇവിടം വിട്ടാൽ കടത്തിറങ്ങേണം, കടത്തുകൂലിക്കിന്നേ വല്ലതും ഒരുക്കി വയ്ക്കേണം, കടം പറഞ്ഞാൽ കേൾക്കൂലവിടെ കണക്കു പുസ്തകമില്ല. എല്ലാവർക്കും ഒരിക്കൽ ഇവിടം വിട്ടാൽ ഇവിടുന്ന് പോകേണ്ടി വരും, ഉറപ്പാണ്. അക്കരയ്ക്ക് വിടാൻ ഒരു കടത്തുകാരൻ അവിടെ നിൽപ്പുണ്ടാവും. അയാൾ കൂലി ചോദിക്കും. എല്ലാം ഇവിടെ കളഞ്ഞിട്ടല്ലേ, ഒന്നുമില്ലല്ലോ കൊടുക്കാൻ, ഒന്നും കൈ കൊടുക്കാനില്ല. പിന്നെ ആകെപ്പാടെയുള്ള എന്താണ്? സമ്പാദിച്ചു വെച്ച പുണ്യം. അത് കൊടുത്താൽ അക്കരയ്ക്ക് വിടും, അല്ലെങ്കിൽ തിരിച്ചു പോരാൻ പറയും. കടം പറഞ്ഞാൽ അവിടെ കേൾക്കില്ല, കണക്ക് പുസ്തകമില്ല. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി സംസാര ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ പുണ്യം നേടിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുക, സൽക്കഥകൾ കേൾക്കുക, ഉറക്ക നാമം ചൊല്ലുക, സങ്കീർത്തനങ്ങൾ ചെയ്യുക, ഇതൊക്കെ പുണ്യമാണ്. ഈ ജന്മത്തിൽ ഒരു നാമം ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. അത് നമ്മുടെ ജീവനിലേക്ക് വാസനാരൂപത്തിൽ അടിഞ്ഞു കിടക്കും, നഷ്ടപ്പെടില്ല. പോകുമ്പോൾ ഇതും കൊണ്ടേ പോവുള്ളൂ. ജീവനിൽ എന്ത് അവശേഷിക്കുന്നു അതും കൊണ്ടാ പോവുക. ജീവനിൽ അവശേഷിക്കുന്നത് ഈ പുണ്യമാണ്. ഒരു നാമം ചൊല്ലിയാൽ, ഒരു സത്സംഗത്തിൽ പങ്കെടുത്താൽ കിട്ടുന്ന പുണ്യം ഉണ്ടാവും, നഷ്ടപ്പെടില്ല. എപ്പോഴെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി ഒന്നിൽ അന്നായിരിക്കും. പണ്ടൊക്കെ ഒരു മാവ് കുഴിച്ചു വെച്ചാൽ നമ്മളായിരിക്കല്ല അതിന്റെ പഴം കഴിക്കുക, അടുത്ത തലമുറയായിരിക്കും. ഫലം ഉണ്ടാകും, പക്ഷെ അത് എന്നെങ്കിലും ഒരിക്കലും ഉണ്ടാകും, ഉറപ്പാണ്. ഇതുപോലെയാണ് ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത്. ജീവിതത്തിൽ നിന്നും കടന്നു പോകുമ്പോൾ അവിടെ അർപ്പിച്ചു പോകാനുള്ള ഏറ്റവും വലിയ പുണ്യത്തിന്റെ സമ്പാദ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഓരോ സത്രങ്ങളിലും നിരന്തരമായും പങ്കെടുത്ത് നമ്മുടെ ജീവനിലേക്ക് ഈ ഓരോ പുണ്യവും സമ്പാദിച്ച് കൂട്ടി തികവാകുമ്പോൾ ഇവിടെ നമുക്ക് യാത്രയാവാം. അതാണ് ഇങ്ങനെയുള്ള സത്രങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാണ്. അതുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അതിനുള്ള അനുഗ്രഹം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാഭാരതം കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ടീച്ചറ് നല്ലൊരു ആമുഖം പറഞ്ഞ് എൻ്റെ ജോലി വളരെ എളുപ്പമാക്കി. നന്നായിരുന്നു, നല്ല ഭംഗിയായിട്ടും ആ മഹാഭാരതം ഉണ്ടാവാനുള്ള ഒരു നല്ല ആമുഖം വേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമായി. ഞാൻ അതിലൊക്കെ ഇനി കടക്കുന്നില്ല. മഹാഭാരതം ഭാരതീയരെ സംബന്ധിച്ച് മനുഷ്യ ജീവിതവുമായി ഏറ്റവും ഇഴുകിച്ചേർന്നതാണ്. നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലും എന്തുണ്ട്? മഹാഭാരതമുണ്ട്. ആരോട് ചോദിച്ചാലും ഞങ്ങളുടെ നാട്ടിൽ മഹാഭാരതത്തിൻ്റെ ഒരു കഥയുണ്ട്. പാണ്ഡവർ ഇവിടെ താമസമാണ്, ഇവിടെ കൗരവരുടെ ക്ഷേത്രമുണ്ട് എന്ന് ഭാരതത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഏത് മന്ദരികൾക്കുള്ളിലും അലിഞ്ഞു ചേർന്ന മനുഷ്യ കഥയാണ് മഹാഭാരതം കഥ. അതുകൊണ്ട് തന്നെ അതൊരു ഇതിഹാസമായി. ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതി ഇഹ ആസ്തേ എന്നാണ്. ഇങ്ങനെ ഇവിടെ ഉണ്ടായി എന്ന് ഉറപ്പുള്ളതാണ്. രണ്ട് ഇതിഹാസങ്ങളേ ഉള്ളൂ, രാമായണവും മഹാഭാരതവും. ഇത് രണ്ടും ഇവിടെ നടന്നു എന്നുള്ളത് നമുക്ക് എന്താണ്? ഉറപ്പാണ്. അതൊരു ചരിത്ര കഥയാണ്. പുരാണം പോലെ കവികൾ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത കുറേ കഥകൾ മാത്രമല്ല, ജീവഫുറ്റ ഇവിടെ ജീവിച്ചു വളർന്ന ചരിത്രവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകാവുന്ന ഒരു രണ്ട് കുടുംബ കഥകളാണ് മഹാഭാരതം കഥ ഇവിടെ രംഗത്ത് അവതരിപ്പിക്കുന്നത്. അപ്പൊ തന്നെ ഈ ഭാരതീയരെ സംബന്ധിച്ച് ഒരിക്കലും മഹാഭാരതം അറിയാതെ പഠിക്കാതെ ഈ ജന്മത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കുറേ കഥകൾ എവിടെയെങ്കിലും കേട്ട് കാണും. പാണ്ഡവരുടെ കഥ, മഹാഭാരതം കഥ അറിയാത്ത ഒരാൾ പോലും ഭാരതത്തിൽ ഉണ്ടാവില്ല. ചെറിയ മതി, 1.5 ലക്ഷം ശ്ലോകത്തിൽ നീണ്ടു കിടക്കുന്ന മഹത്തായ ബൃഹത്തായ ഒരു കഥ. മഹത്വാത് ഭാരവത്വാച്ച മഹാഭാരതമുച്യതേ. മഹത്തായതുകൊണ്ടും ഭാരമുള്ളത് കൊണ്ടും ഇതിനെ മഹാഭാരതം എന്ന് വിളിക്കുന്നു. പിന്നെ ഈ മഹാഭാരതത്തിന്റെ മഹനീയത പറയാൻ വേണ്ടി കവികൾ പറയാറുണ്ട്. എന്താണ് ഈ മഹാഭാരത രചനയിൽ വ്യാസന്റെ ലക്ഷ്യം? ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ധർമ്മം മാത്രമാണ്. രാമായണത്തിലും അതുതന്നെയായിരുന്നു വാൽമീകിയുടെ ലക്ഷ്യം. പക്ഷേ രാമായണത്തിൽ ധർമ്മത്തെ മാത്രം ഉദ്ബോധനം ചെയ്തെങ്കിൽ മഹാഭാരതത്തിൽ പുരുഷാർത്ഥങ്ങൾ 4 നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശസമന്വിതം പൂർവവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷത്തെ. ഇതിഹാസ ലക്ഷണം അവിടെയാണ്. ധർമാർത്ഥകാമമോക്ഷങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കഥ നമ്മുടെ മുമ്പിൽ പറഞ്ഞാൽ അതിന് ഇതിഹാസം എന്ന് തന്നെ വിളിക്കാം. അപ്പൊ ഇവിടെ ഈ 4 വിഷയങ്ങളാണ്. ധർമ്മമുണ്ട്, അർത്ഥമുണ്ട്, കാമമുണ്ട്, മോക്ഷമുണ്ട്. ഇതിൻ്റെ ഈ അടുക്ക് ആർക്കും മാറ്റാൻ പറ്റില്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. തിരിച്ച് മോക്ഷം, അർത്ഥം, കാമം, ധർമ്മം എന്ന് തിരിച്ചു പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ വിഷയം ധർമ്മമാണ്. ആ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അർത്ഥകാമങ്ങളിലൂടെയാണ്. ഈ അർത്ഥകാമങ്ങൾ ധാർമ്മികമായി മാത്രമേ അനുഷ്ഠിക്കാവൂ. അതുകൊണ്ട് ആദ്യം ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ധർമാനുസൃതമായി അർത്ഥമുണ്ടാവാം, കാമവും ഉണ്ടാവാം. ഇങ്ങനെ ചെയ്താലേ അവസാനമായ മോക്ഷത്തിലേക്ക് എത്തൂ. മോക്ഷം ആദ്യമല്ല, ഒടുവില. അതുകൊണ്ടാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമുള്ള അടുക്ക് മാറ്റാതെ എന്നും അന്നു മുതലേ എല്ലാവരും ഇതാ ഉപയോഗിക്കുക. ആരും തിരിച്ചെന്ന് പറയണം എന്ന് വിചാരിച്ചില്ല, പറ്റില്ല. അതുകൊണ്ട് അർത്ഥകാമങ്ങൾ എങ്ങനെ ധാർമ്മികമായി അനുഷ്ഠിക്കാം എന്നാണ് മഹാഭാരതത്തിന്റെ വിഷയം. അങ്ങനെ അനുഷ്ഠിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്താം. ലക്ഷ്യം എന്താണ്? മോക്ഷം തന്നെയാണ്. മോക്ഷം എന്ന് വെച്ചാൽ എന്താണ്? കർമ്മ ബന്ധ നിർമുക്തിയാണ് മോക്ഷം. കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റുക. ഒരു കർമ്മവും നമുക്ക് ബന്ധനമാവാതിരിക്കുക. ഏത് കർമ്മവും നമുക്ക് ഇന്ന് ബന്ധനമാണ്. കെട്ടുകളായത് കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. എഴുത്തച്ഛൻ എത്ര പ്രാവശ്യം പാടി പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ കെട്ടുകളാണ്, ജനിച്ചു വീഴുമ്പോൾ മുതൽ ഓരോ കെട്ടുകളാണ്. അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധുക്കള്, ധനം, സമ്പത്ത്, പിന്നെ എന്താണ്, എല്ലാം കെട്ട്. എത്ര കെട്ടാണ്? ഈ കെട്ടുകളൊക്കെ അഴിക്കാൻ പറ്റുമോ? അതുമില്ല. ഒന്നിന്റെ പിറകെ മറ്റൊരു കെട്ട്, മറ്റൊരു കെട്ട്, മറ്റൊരു കെട്ട്.
ഒരു ദിവസം തന്നെ ചിലപ്പോൾ 4 പേരെ പരിചയപ്പെടും. ഈ പരിചയപ്പെട്ട 4 പേരും 4 കെട്ടായിട്ട് വീണ്ടും എന്ത് ചെയ്യും? കൂടുകയാണ്. ഈ കെട്ടുകളൊന്നും മാറ്റാൻ പറ്റാണ്ടാകും. അതുകൊണ്ട് യാസിൻ പറയും, ബന്ധനമുണ്ടാവരുത്, ബന്ധുക്കൾ ഉണ്ടാവണം. എല്ലാവരും ബന്ധുക്കളാണ്, ആരും എന്തല്ല, ബന്ധനമല്ല. നമുക്ക് തിരിച്ചാണ്. ഒരു ബന്ധു ആരായിട്ട് മാറും? ബന്ധനമായിട്ട് മാറും. അതാണ് കർമ്മബന്ധത്തിൽ നിന്നുള്ള മുക്തിക്ക് ഇവയുടെ പേരാണ് മോക്ഷം എന്ന്. മോചനമാണ് മോക്ഷം. ഇത് എല്ലാവർക്കും അനുഭവിപ്പിക്കാൻ പര്യാപ്തമായാണ് മഹാഭാരതം മുമ്പോട്ട് നീങ്ങുന്നത്. മഹാഭാരതത്തിൽ എനിക്ക് തന്ന വിഷയം എന്താണ്? മനുഷ്യ ജീവിതത്തിൻ്റെ ഗാഥയാണ്. സത്യമാണത്. ഒരു ജീവിതത്തെയാണ് മഹാഭാരതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പുറപ്പെട്ടത്. അപ്പൊ ഈ വിഷയത്തിലേക്ക് കടക്കാൻ മഹാഭാരതത്തിലെ ഒരു ശ്ലോകം തന്നെയാണ് എന്നെ സഹായിച്ചത്. മഹാഭാരതത്തിലെ ശ്ലോകം, ഗീതയിലെ ശ്ലോകം. ഗീത എവിടെയുള്ളതാണ്? മഹാഭാരതത്തിലാണ്. ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിന്റെ ഇടയ്ക്ക് അതിമനോഹരമായി വ്യാസൻ എന്താണ് എഴുതി വെച്ച, തൊടുത്തുവിട്ട ആധ്യാത്മിക തത്വരഹസ്യങ്ങൾ മോക്ഷത്തിലേക്ക് എത്താൻ പര്യാപ്തമായി അടുക്കി വെച്ചിരിക്കുകയാണ്. അതിലെ 16-ാമത്തെ അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം എന്നാണ് പേര്. അതിലെ ആദ്യത്തെ ശ്ലോകമാണ് ഈ കഥ ഉദാഹരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അഭയം സത്വസംശുദ്ധർ ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ചായസ്തവാർജവം അഹിംസാ സത്യമക്രോധസ്ത്യാഗശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുത്വം മാർദ്ദവം ഹ്രീരചാപലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദേവീം അഭിജാതസ്യ ഭാരതാം. ഒരു മനുഷ്യനിൽ 2 വിധം സ്വഭാവങ്ങളുണ്ട്. ഒന്നിനെ ദൈവീ സമ്പത്തെന്നും മറ്റതിനെ ആസുരീ സമ്പത്തെന്നും വിളിക്കും. ആസുരീ സമ്പത്തുകൾ ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരീ. ഈ 2 സമ്പത്തുകൾ മനുഷ്യനിലുണ്ട്. ദൈവിക സമ്പത്താണ് കൂടുതൽ, ആസുര സമ്പത്ത് കുറവാണ്. ഇത് രണ്ടും നിത്യജീവിതത്തിൽ കലർന്നുകൊണ്ടേയിരിക്കും. ഇത് രണ്ടും ചേർത്താണ് ജീവിതം പൂർണ്ണമാകുന്നത്. ജീവിതത്തിൽ എന്തുണ്ട്? അഭയമുണ്ട്, ജ്ഞാനമുണ്ട്, ദയുണ്ട്, അതുപോലെ ആർജവമുണ്ട്, അഹിംസയുണ്ട്, സത്യമുണ്ട്, അക്രോധമുണ്ട്, ഒക്കെ ശരിയാണ്. ഒപ്പം ദമ്പുണ്ട്, ദർപ്പമുണ്ട്, അഭിമാനമുണ്ട്, ക്രോധമുണ്ട്, പാരുഷ്യമുണ്ട്, അജ്ഞാനവുമുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും ഉണ്ട്. സത്വഗുണം മാത്രമായിട്ട് ആരും ഉണ്ടാവില്ല. മനുഷ്യജീവിതത്തിലെ ഈ 2 തരത്തിലുള്ള സമ്പത്തിനെ ആധ്യാത്മിക സംസ്കൃതിയിൽ 3ആയിട്ട് തിരിച്ചു. സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്ന് 3 ഗുണം. അത് 3 തമ്മിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും സമയവും നമ്മളൊക്കെ സത്വഗുണമുള്ളവരാണ്. നമ്മളിൽ സത്വഗുണം ഉയർന്ന് വളർന്ന് പാകമായിട്ട് വരും. ഇവിടുന്ന് പുറത്ത് കടന്നാൽ പിന്നെ നമ്മളിൽ വരുന്നത് രജോ ഗുണമാണ്. കാരണം ഈ സത്രത്തിന്റെ പോരായ്മകൾ, ഇവിടുത്തെ സദ്യയുടെ പായസത്തിന് മധുരം കുറവാണ്, അവിയലിന് ഉപ്പ് കൂടുതലായിരുന്നു, ആൾക്കാർ വേണ്ട വിധത്തിൽ സഹകരിച്ചിട്ടില്ല, ഇങ്ങനെ കുറേ പരാതികളും കംപ്ലൈന്റും കൊണ്ട് നിറഞ്ഞാൽ അത് രജോ ഗുണത്തിന്റെ ഭാവമാണ്. ഈ സത്രം വിട്ട് ക്ഷേത്രവും വിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ തനി സ്വഭാവം അറിയാം, അത് തമോ ഗുണമാണ്. ഇത് 3 തമ്മിലുണ്ട്. ഒരു ദിവസം എത്ര വർഷം ഇത് മാറി മാറി വരും? ഒരു ദിവസം 10 മിനിറ്റ് നാമം ചൊല്ലാൻ കിട്ടിയാൽ സത്വഗുണമായി. വീട്ടിലുള്ള ആൾക്കാരുടെ പരാതികളും കംപ്ലൈന്റുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ രജോ ഗുണമായി. അവസാനം ഇവരെ ചീത്ത വിളിക്കാനും തല്ലാനും പുറപ്പെട്ടിരുന്നാൽ തമോ ഗുണമായി. ഇതൊക്കെ ഇല്ലേ കയ്യില്? മുല്ലരുടെ കയ്യിലുണ്ട്. ഇതില്ലാത്തവർ ആരുമില്ല. അപ്പൊ ഈ 3 വിധത്തിലുള്ള ഗുണങ്ങളെയാണ് 2 സമ്പത്തായിട്ട് മഹാഭാരതം അവതരിപ്പിച്ചത്. ഒന്ന് ദൈവീ സമ്പത്ത്, പിന്നൊന്ന് ആസുരീ സമ്പത്ത്. ഇതിന്റെ ഉടമസ്ഥരാണ് മനുഷ്യരൊക്കെ. ഇപ്പൊ നമുക്ക് ഒന്ന് ദേഷ്യപ്പെടാൻ ഒട്ടും സമയം ആവശ്യമില്ല. നല്ല പ്രയത്നം ചെയ്ത് ദേഷ്യപ്പെടാൻ ആരും വിചാരിക്കാറില്ല. എന്താണ്? ദേഷ്യം പെട്ടെന്ന് വരില്ലേ? നമ്മൾ പോലും ഊഹിക്കുന്നതിന് എന്ത് ചെയ്യും? കോപവും ദേഷ്യവും പാരുഷ്യവും എന്താണ് സങ്കടവും ഒക്കെ വന്നു പോകും. വന്നു കഴിഞ്ഞാൽ അറിയും ഇത്ര വേഗം ഇത് വന്നോ എന്നാണ്. കാരണം ഇത് നമ്മിൽ എന്തുണ്ട്? പ്രയത്നമില്ലാതെ നമുക്ക് കിട്ടുന്നതാണ് ആസുരി സമ്പത്ത്.
അല്ല, എന്താ ദൈവീ സമ്പത്തുകൾ. ആഫ്രീ സമ്പത്തുകൾ നമുക്ക് പെട്ടെന്ന് എപ്പോഴും വന്നുയർന്നുകൊണ്ടിരിക്കും. ദൈവീ സമ്പത്തിന് പ്രയത്നിക്കണം. നാരായണീയം പറയും, രാഗസ്താവജ്ജായതേ ഹി സ്വഭാവാൻ മോക്ഷോപായോ യത്നതഫ്യാൻ നവാഫ്യാത്. രാഗാദികളായ ഈ ആഫ്രീ സമ്പത്തുകൾ ജായതേഹി സ്വഭാവാൻ, അത് സ്വഭാവത്തിലുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് വന്നോളും. മോക്ഷോപായമായ ഭക്തിയോ ജ്ഞാനമോ കിട്ടണമെങ്കിൽ യത്നം ചെയ്യണം, ഒന്ന് പ്രയത്നിക്കണം. നന്നായിട്ട് പ്രയത്നിച്ചാലേ കിട്ടുള്ളൂ. കഷ്ടപ്പെട്ട് വേണം ഭാഗവതം വായിക്കാൻ, നാരായണീയം വായിക്കാൻ, മഹാഭാരത ഭക്തത്തിൽ പങ്കെടുക്കാൻ. എന്ത് യാഗം ഭവിച്ച് കഷ്ടപ്പെട്ട് എത്ര എടുത്തു അങ്ങനെ. അതെ, യത്നതഫ്യാത്, യത്നം കൊണ്ടേ കിട്ടുള്ളൂ. നവാഫ്യാത്, എത്തിച്ചാലും കിട്ടിയെന്നും വരാം, കിട്ടിയില്ലെന്നും വരാം. മറ്റേത് എത്തിക്കണ്ട, കിട്ടും, അപ്പൊ തന്നെ കിട്ടും. എനിക്ക് കോപം വരുന്നില്ലല്ലോ എന്ന് ആരെങ്കിലും വിഷമിക്കാറുണ്ടോ? എനിക്ക് ദേഷ്യവും സങ്കടവും കോപവും ഒന്നും ഇന്ന് വന്നേ ഇല്ല, എന്തൊരു കഷ്ടമായി തീർന്നു, ആരും വിചാരിക്കാറില്ല. എപ്പോഴും എന്ത് ചെയ്യും, ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ആഫുര സമ്പത്തിന്റെ ഒരു വലിയ സൗകര്യം. പക്ഷേ ദൈവീ സമ്പത്ത് പതുക്കെ വരുള്ളൂ, യത്നിക്കണം. നല്ല പ്രയത്നം കൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഭക്തി സമ്പാദിക്കണം, ജ്ഞാനം സമ്പാദിക്കണം. ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഒരു പ്രയത്നം ആവശ്യമാണ്. അതുകൊണ്ട് മഹാഭാരതം ഈ രണ്ട് സ്വഭാവങ്ങളെ അടർത്തിയെടുത്ത് പാണ്ഡവ കൗരവ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ്. ദൈവീ സമ്പത്തിന്റെ ഭാവങ്ങൾ പാണ്ഡവന്മാരായും ആഫ്രീ സമ്പത്തിന്റെ ഭാവം എന്താണ്, കൗരവന്മാരും. പക്ഷെ രണ്ടുപേരിലും രണ്ടും മാറിയും പറഞ്ഞും വരാം. ഓരോ കഥാപാത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം എന്താണ്, ഇങ്ങനെയുള്ള ഈ സമ്പത്തുകൾ ഇവരിൽ മാറി 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 വളർന്നു വന്നിട്ട് അത് എങ്ങനെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കുന്നു എന്നാണ്. അപ്പൊ ഇതെല്ലാം ഓരോ മനുഷ്യരിലും ഉണ്ട്. അതിൽ ആഫുര സമ്പത്തിനെ നശിപ്പിച്ചിട്ട് ദൈവീ സമ്പത്തിന്റെ ഉടമസ്ഥനാവണമെങ്കിൽ അതിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ, ഈശ്വരന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ പറ്റില്ല. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ ചെയ്തത് ഈ രണ്ടിനെയും സംയോജിപ്പിച്ച് ആഫുര സമ്പത്തിനെ ഇല്ലാതാക്കി ദൈവീ സമ്പത്തിനെ വളർത്തിയെടുത്ത് ലക്ഷ്യത്തിലെത്തിച്ചു. ഇതാണ് വാസ്തവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരതത്തിൽ ആദ്യന്തം ചെയ്തത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ മാത്രമാണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പറ്റില്ല. നമ്മൾക്കും നമ്മുടെ ആഫുര സമ്പത്തിനെ മാറ്റിയെടുക്കണമെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം, ഏതെങ്കിലും തരത്തിലുണ്ടാവണം. അമ്പലത്തിൽ പോയോ വീട്ടിലിരുന്നോ എവിടെ വെച്ചാണെങ്കിലും ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ, അല്ലാതെ നമ്മുടെ വൈഭവം കൊണ്ട് പറ്റില്ല എന്ന് മഹാഭാരതം നമ്മെ പഠിപ്പിക്കാൻ. ഇതാണ് മനുഷ്യന്റെ കഥയാണ് മഹാഭാരതം ഉറക്ക വിളിച്ചു പാടിയത്. ഓരോ മനുഷ്യരിലുമുള്ള കഥയാണ്. നമ്മിലൊക്കെ യുധിഷ്ഠിരനുണ്ട്, ദുര്യോധനുണ്ട്, ദുശാസനുണ്ട്, പാഞ്ചാലിയുണ്ട്, കുന്തിയുണ്ട്, ഗാന്ധാരിയുണ്ട്, ഭീഷ്മരുണ്ട്. ഇവരൊക്കെ ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഉള്ളിലുള്ള ഓരോ ഭാവത്തെ കഥാപാത്രമാക്കി പുറത്തു കൊണ്ടുവന്ന് കാണിച്ച് അഭിനയിപ്പിച്ച് പറഞ്ഞ് നമ്മെ മനസ്സിലാക്കി. ഒപ്പം ആരുണ്ട്? ശ്രീകൃഷ്ണനുണ്ട്. ഇതൊക്കെ ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈ ഓരോരോ ഭാവങ്ങൾക്ക് എന്ത് കൊടുത്തു? ഒരു പ്രതീകാത്മകത കൊടുത്തു, ഒരു പ്രതിബിംബമാക്കി അതിനെ മാറ്റിയിട്ട് കഥാപാത്രങ്ങളാക്കി ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മഹാത്മ്യം. ഇന്ന് നമുക്ക് മഹാഭാരതത്തിന്റെ കഥയിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒത്തിരി രാജാക്കന്മാരുടെ കഥകൾ വർണ്ണിച്ചിട്ട് നമുക്ക് വേണ്ട കഥയുമായി ബന്ധിപ്പിക്കുന്ന പ്രദീപൻ എന്ന രാജാവിന്റെ കഥയിലാണ്. പ്രദീപൻ എന്നാണ് രാജാവിന്റെ പേര്. അദ്ദേഹത്തിന്റെ മകനാണ് ശന്തനു. ശന്തനുവിന്റെ കഥ നമുക്കറിയാം. ശന്തനു നായാടി പോകുമ്പോൾ അദ്ദേഹത്തിന് വനാന്തരത്തിൽ വെച്ച് അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു, പരിചയപ്പെട്ടു. അവളെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അവളോട് ചോദിച്ചു, സമ്മതിച്ചു. കുഴപ്പമില്ല, ഒരു വ്യവസ്ഥയുള്ളൂ, എന്നോട് അപ്രിയം പറയരുത്, അനിഷ്ടം പറയരുത്, അത്രമാത്രം വേറൊരു കുഴപ്പമില്ല, എന്നോട് എതിര് പറയരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ പോന്നോളാം. ഓ ശരിയാവട്ടെ എന്ന് പറഞ്ഞു. സ്വീകരിച്ചു കൊണ്ടുപോയി.
അവർക്ക് 6-7 പുത്രന്മാരുണ്ടായി. ഈ 6-7 ഓരോ പുത്രനും ഉണ്ടായപ്പോൾ തന്നെ അവൾ ആവശ്യപ്പെട്ടു, ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഗംഗയിൽ മുക്കി കൊന്നുകളയണം. ശന്തനു വളരെ സന്തോഷത്തോടെയാണ് വിവാഹം കഴിച്ച് ഒരു മകനുണ്ടാകാൻ ആഗ്രഹിച്ചത്. അതുണ്ടായപ്പോൾ തന്നെ എന്ത് ചെയ്യണം? വെള്ളത്തിൽ മുക്കി കൊന്നുകളയണം. 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 അല്ല, 6 അല്ല, 7 എണ്ണം. 8ാമത്തതായപ്പോൾ ശന്തനു പറഞ്ഞു, ഇത് പറ്റില്ല, ഇതിനെ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ. കൊണ്ടുപോയിക്കോളൂ, പക്ഷേ ഞാൻ പോകും. അതാണല്ലോ അപ്രിയം പറഞ്ഞാൽ ഞാൻ പോകുമെന്നാണ്. കൊണ്ടുപോയിക്കോളൂ. ആ പുത്രനെ കൊടുത്തു. അദ്ദേഹം ഗംഗയിൽ നിന്നിട്ട്, ഇവൾ ആരാണ്? ഗംഗാദേവി ഒരു ശാപം കൊണ്ട് ഭൂമിയിൽ വന്ന ഒരു സുന്ദരിയാണ്. ഗംഗയ്ക്ക് ഒരു ശാപം കിട്ടി, ഭൂമിയിൽ വന്ന് ജനിച്ച് സന്താനം ഉണ്ടായി കഴിയുമ്പോൾ തിരിച്ചു പോന്നോളൂ. അങ്ങനെ വന്നതാണ്. സന്താനമുണ്ടായി, ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു, ഇവൾ സ്ഥലം വിട്ടു. അങ്ങനെ ഗംഗയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഗംഗാദത്തൻ എന്ന് പേരായി. ആ ഗംഗാദത്തൻ ശന്തനു മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വളർന്നു വന്നു. അമ്മയില്ലല്ലോ, അമ്മ പോയി. ഇദ്ദേഹം വീണ്ടും നായാടി പോയപ്പോഴാണ് സത്യവതി എന്ന ഒരു ദാശകന്യയെ പരിചയപ്പെട്ടു, കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ ആകർഷണനായി. അവളെ വിവാഹം കഴിപ്പിച്ചുകൊണ്ട് ആഗ്രഹിച്ചു. അപ്പൊ ദാസചക്രവർത്തി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, 1-2 വ്യവസ്ഥകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കൊണ്ടുപോയി കുഴപ്പമില്ല. ഒന്നാമത്തെ വ്യവസ്ഥ ഇവളിലുണ്ടാകുന്ന പുത്രന് രാജ്യഭാരം കൊടുക്കണം. മറ്റാരെയും രാജ്യം ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ആദ്യത്തെ പുത്രനുണ്ട്. ശന്തനു മഹാരാജാവിന് ഗംഗാദത്തന്റെ പുത്രനുണ്ട്. ആ പുത്രന്റെ രാജ്യഭാരം കൊടുക്കാൻ അവകാശപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല, ഇവളിലുണ്ടാകുന്ന പുത്രന് രാജ്യഭാരം കൊടുക്കണം. അദ്ദേഹം സങ്കടപ്പെട്ട് ഇതെനിക്ക് പറ്റില്ല എന്നും തിരിച്ചു വരാണ്. തിരിച്ചു വന്ന് രോഗശയ്യയിൽ രോഗഗ്രസ്തനായി. എന്തുകൊണ്ടാണ്? മനസ്സിന്റെ വേദന കൊണ്ടാണ്, വേറെ രോഗമൊന്നുമില്ല. അങ്ങനെ വരും, മനപ്രയാസം വരുമ്പോൾ കയറി കിടന്നാൽ കട്ടിൽ കയറി കുറേ നേരം കിടക്കും. അപ്പം മകൻ ചോദിച്ചു, എന്ത് പറ്റിയ അച്ഛനെന്ന്? പറയാൻ പറ്റില്ലല്ലോ. ഒടുവിൽ പറഞ്ഞു, ഇതാണ് എൻ്റെ സങ്കടത്തിന് കാരണം. അച്ഛൻ്റെ കാമുകിയെ അന്വേഷിച്ചു പോയ ഏക മകൻ മഹാഭാരതത്തിലുണ്ട്. നോക്കൂ, ഇന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ കഥയിലേക്ക് കിടന്നു നോക്കൂ. എത്ര കഥകളാണ് കാണാൻ പറ്റുക. അവിടെ ചെന്ന് ശന്തനു മഹാരാജാവിനോട് പറഞ്ഞു, ഞാനാണ് മകൻ, ഞാൻ വിവാഹം കഴിക്കില്ല, അത്രയേ ഉള്ളൂ, എനിക്കൊരു വിധമില്ല, ഇവൾ ഉണ്ടാകുന്ന പുത്രൻ രാജ്യഭാരം ഇട്ടോട്ടെ എന്ന് ഭീഷ്മങ്ങളായ പ്രതിജ്ഞ ചെയ്ത് ഭീഷ്മരെന്ന പേര് സ്വീകരിച്ച് ഈ ദാശകന്യകായ സത്യവതിയെ കൊണ്ടുവന്നു. പക്ഷെ അവൾ കൊണ്ടുവന്നപ്പോൾ ഒരു സത്യം പറഞ്ഞു, എൻ്റെ പേര് മത്സ്യഗന്ധി എന്നായിരുന്നു, എൻ്റെ ജോലി ആൾക്കാരെ അക്കരെ ഇക്കരെ കടത്തുക, വള്ളം കടത്തലാണ്. യാദൃശ്യമായിട്ട് വന്ന പരാശര മുനി എന്നെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഈ ഗംഗാനദിയുടെ നടുക്ക് വള്ളം നിർത്തി ഒരു ഇരുട്ടുണ്ടാക്കി ഒരു ദ്വീപിൽ വെച്ച് ഞാൻ വെച്ച് എനിക്കൊരു മകനുണ്ടായി. അവന് ദ്വീപിൽ ജനിച്ചത് കൊണ്ടും കൃഷ്ണവർണ്ണമുള്ളത് കൊണ്ടും കൃഷ്ണദ്വൈപായനൻ എന്നൊരു പേര് ഇട്ടു. അങ്ങനെ അദ്ദേഹത്തെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ പോവുകയാണ്, തപസ്സിന് പോവുകയാണ്, ആവശ്യമുള്ളപ്പോൾ വെച്ചാൽ മതി, വന്നോളാം എന്ന് പറഞ്ഞ് കൃഷ്ണദ്വൈപായൻ, അദ്ദേഹമാണ് പിന്നീട് വരാൻ പോകുന്ന വ്യാസൻ. അപ്പം ഈ കൃഷ്ണദ്വൈപായനൻ അങ്ങനെ എനിക്കൊരു മകനുണ്ട് എന്ന്, ഇവൾക്കുണ്ടൊരു മകൻ, ശന്തനുണ്ടൊരു മകൻ. അപ്പൊ കുഴപ്പമില്ലല്ലോ, രണ്ടുപേരും ഈ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു. അവർക്ക് 2 പുത്രന്മാരുണ്ടായി, ചിത്രാംഗതൻ, വിചിത്രവീരൻ. അതിൽ ചിത്രാംഗതൻ അതേ പേരുള്ളൊരു ഗന്ധർവനുമായിട്ട് യുദ്ധത്തിൽ ഏറ്റുമുട്ടി. യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഗന്ധർവൻ എന്ന് പേരുള്ള ഒരു യക്ഷനെ കണ്ടു. എൻ്റെ പേരുള്ള താനോ? എൻ്റെ പേര് ഈ ഭൂമി ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും പറ്റില്ല. പരസ്പരം കലഹമായി യുദ്ധമായി ഗന്ധർവനെ കൈകൊണ്ട് ഇദ്ദേഹം മരിച്ചു. പിന്നെ ഒരു മകനേ ഉള്ളൂ, വിചിത്രവീരൻ. ആ വിചിത്രവീരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ആവും വിധത്തിൽ എത്തിച്ചു നോക്കി. പക്ഷെ അദ്ദേഹം വീര്യത്തിൽ മാത്രമേ ഉള്ളൂ വൈചിത്ര്യം. കണ്ടാൽ സുന്ദരനല്ല, വിരൂപനാണ്, കറുത്ത വർണ്ണമാണ്. ആരും ഒറ്റ പ്രാവശ്യം മുഖത്തോട് നോക്കുള്ളൂ, അപ്പം തന്നെ മുഖം മാറ്റിക്കൊണ്ടു. അത്രയ്ക്ക് വിരൂപനാണ്. ഒരു സ്ത്രീകളും ഇഷ്ടപ്പെട്ടു വന്നില്ല. അപ്പൊ ഇനി രാജ്യം അനാഥാവില്ലേ? ശന്തനു മഹാരാജാവ് കാലഹരണപ്പെട്ടു. അങ്ങനെ ആദ്യത്തെ വിധവ ഭാരതം ഭരിക്കാൻ അന്ന് നിയോഗിക്കപ്പെട്ടു. ആരാണ്? സത്യവതി. വേറെ ആരും ഇല്ലല്ലോ. അങ്ങനെ അവൾ എന്ത് ചെയ്തു? വിധവയായി ഭാരതത്തിന്റെ ഭരണം അന്ന് ഏറ്റെടുത്തു.
ഈ വിചിത്രവീരൻ ഭാര്യമാരെ കിട്ടാഞ്ഞിട്ട് അംബിക, അംബാലിക എന്ന 3 രാജകുമാരിമാരെ വിവാഹമണ്ഡപത്തിൽ നിന്ന് ഭീഷ്മർ വിളിച്ചുകൊണ്ടെന്നു. അമ്പയെ വഴിക്ക് വെച്ച് തന്നെ പറഞ്ഞയച്ചു. അംബികയും അംബാലികയും പത്നിമാരായിട്ട് കൊടുത്തു. അവർ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കാറേ ഇല്ല, കാരണം അത്രയ്ക്ക് വിരൂപനാണ്. എങ്കിലും സന്താനം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടായില്ല. അവസാനം വിചിത്രവീരൻ രാജയക്ഷ്മ എന്ന രോഗം പിടിച്ച് അദ്ദേഹവും മരിച്ചു. അടുത്ത 3 വിധവമാർ ഭാരതത്തിൻ്റെ അന്തഃപുരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? സത്യവതി മനസ്സുകൊണ്ട് തൻ്റെ ആദ്യത്തെ പുത്രനെ സ്മരിച്ചു വരുത്തി. ആരെയാണ്? കൃഷ്ണദ്വൈപായൻ. അദ്ദേഹത്തോട് പറഞ്ഞു, ഈ നിൽക്കുന്ന 2 വിധവകളിൽ സന്താനത്തെ ഉണ്ടാക്കണം, ഭാരതഭൂമി നിലനിൽക്കാൻ. വ്യാസൻ അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ 2 പുത്രന്മാർ. അതിവരെ ആദ്യത്തെ ആൾ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടതുകൊണ്ട് കണ്ണു കെട്ടിച്ചെന്നപ്പോൾ അന്ധനായ ധൃതരാഷ്ട്രനുണ്ടായി. രണ്ടാമത്തവൾ പാണ്ടു പിടിച്ച വെളുത്തു വളറിയ വിദ്വേഷഭാവത്തോടെ ചെന്നപ്പോൾ പാണ്ഡു എന്ന പുത്രനുണ്ടായി. മൂന്നാമതും പറഞ്ഞയച്ചപ്പോൾ തോഴിയെ പറഞ്ഞയച്ചു, അവളിന് വിതുരനുണ്ടായി. ഇങ്ങനെയാണ് മഹാഭാരതത്തിൻ്റെ ഉൽപ്പത്തിയുടെ കഥ. ഇതൊരു കുടുംബകഥയുടെ ഒരു വലിയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. എന്തൊക്കെ വൈകൃതങ്ങളും പോരായ്മകളും മനുഷ്യജീവിതത്തിൽ ഉണ്ടാവാം, അതെല്ലാം വരച്ചു കാണിക്കാൻ വ്യാസൻ ലക്ഷോപലക്ഷം വർഷം മുമ്പ് തന്നെ ഉദ്യോഗിച്ചിരുന്നു. ഇന്നും വലിയ മാറ്റമൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഇവിടെ ഇതൊക്കെ തന്നെ നടപ്പുണ്ട്. കാരണം നമ്മളിലുള്ള ആഫ്രീക സമ്പത്ത് പലപ്പോഴും അതെന്ത് ചെയ്യും? പ്രകടമായി മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഭീഷ്മർ രാജ്യഭാരം സ്വീകരിക്കില്ല എന്നെന്തുണ്ട്? പ്രതിജ്ഞ തെറ്റിക്കില്ല ഭീഷ്മർ. അതാണ് വാസ്തവ. ഭീഷ്മർ എടുത്ത പ്രതിജ്ഞ അന്നത്തേക്ക് വേണ്ടിയാണ്. രാജ്യം ഭരിക്കാൻ ആളുണ്ടായി, അല്ലെങ്കിൽ രാജ്യത്തിന് ആളില്ലാതെ വന്നാൽ അരാജകമാകാതെ കുറെ കാലമെങ്കിലും ഭീഷ്മർക്ക് രാജ്യം ഭരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തയ്യാറായില്ല എന്ന് പ്രതിജ്ഞ എന്നുള്ള പേരിൽ. പ്രതിജ്ഞ എന്ന വാക്കിന്റെ അർത്ഥവും ജീവിതകാലം മുഴുവൻ നിലനിർത്താനുള്ള കാര്യം പ്രതി ജായത്തെ ഇത് പ്രതിജ്ഞ എന്നാണ്. ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രതിജ്ഞ എടുക്കുന്നത്. ആവശ്യം നിറവേറ്റപ്പെട്ടപ്പോൾ ഞാൻ പ്രതിജ്ഞ നിലനിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ഭീഷ്മർക്ക് അന്ന് ആരെ കൊണ്ടുവരാൻ? സത്യവതിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് പ്രതിജ്ഞ എടുത്തത്. പ്രതിജ്ഞ എടുത്തു, പുത്രനുണ്ടായി, രാജ്യഭാരം ഏൽപ്പിച്ചു. ഇനി ഈ പ്രതിജ്ഞ നിലനിൽക്കില്ല. പക്ഷേ ഭീഷ്മർ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്തു? ഈ പ്രതിജ്ഞ പാലിച്ചു പോരുന്നു. അല്ലേ? ഇവിടെയൊക്കെ ആസുര സമ്പത്തിന്റെ ആക്രമണം ഭീഷ്മരിൽ പോലും എന്ത് ചെയ്തു? നന്നായിട്ടുണ്ട്. ഏത് കഥാപാത്രങ്ങളിലുണ്ട്. ഓരോ സമ്പത്തുകളെ അവതരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നുണ്ട്. ഇതൊക്കെ വിസ്തരിച്ച് വ്യാഖ്യാനിച്ച് പറയാൻ നമുക്ക് ദിവസങ്ങളോളം വേണം. ഓരോ കഥാപാത്രങ്ങളിലും എങ്ങനെയാണ് ഈ 2 സമ്പത്തുകൾ വ്യാസൻ വിന്യസിച്ചത്, അതിൽ എന്തിനെ നശിപ്പിച്ചു, എന്തിനെ നന്നാക്കിയെടുത്തു. മഹാഭാരതം കഥ കേൾക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ നമ്മോട് ചോദിക്കുന്ന വലിയ ചോദ്യമാണ്. 1 യുദ്ധം, 2 ഒത്തിരി അധർമ്മങ്ങൾ അവിടെ നടന്നിട്ടില്ല. ഇന്ന് നമ്മൾ അധർമ്മം എന്ന് വിചാരിക്കുന്നത് എത്ര എണ്ണം നടന്നിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും ഉത്തരം പറയാൻ പറ്റാറില്ല. ഒരുപക്ഷെ ഇതൊക്കെ ഉണ്ടായിരിക്കും പിൽക്കാലത്ത് മഹാഭാരതത്തിന്റെ പാരായണം നമ്മൾ എന്ത് ചെയ്തു? മാറ്റിവെച്ചു. ഇത് വീട്ടിൽ വായിക്കാൻ പറ്റിയ പുസ്തകമല്ല, മാറ്റിക്കൊള്ളുമെന്ന്. രാമായണവും ഭാഗവതവും മാത്രം മതി. മഹാഭാരതം, മുമ്പ് ടീച്ചർ പറഞ്ഞ പോലെ മഹാഭാരതമായിരുന്നു പണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ വായിച്ചിരുന്നത്. നിരന്തരമായും മഹാഭാരതത്തിലെ ഒരധ്യായമെങ്കിലും എന്ത് ചെയ്യണം? ഒരു ക്ഷേത്രത്തിൽ വായിച്ചിരിക്കണം. അതിനുവേണ്ടി ശമ്പളം കൊടുത്ത ആൾക്കാരെ പോലും നിയോഗിച്ചിരുന്നു ഇവിടെ കേരളത്തിൽ പോലും. പക്ഷേ നമ്മൾ മഹാഭാരതം വായിക്കില്ല, യുദ്ധമാണ്. രാമായണോ? അതും യുദ്ധമല്ലേ? ആന്നു, രാമായണവും യുദ്ധമാണ്. യുദ്ധകാണ്ഡം വായിക്കാതിരിക്കുമോ? ഇല്ല, അതും വായിക്കും. ഇതുപോലെയുള്ളൂ മഹാഭാരതത്തിലെ യുദ്ധവും. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം സമ്പൂർണമായിട്ടുണ്ട്. എന്നിട്ട് മഹാഭാരതം വായിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ മഹാഭാരത സത്രം മുതൽ മുടങ്ങാതെ നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ മഹാഭാരതം പാരായണം ചെയ്യണം. രാമായണ മാസം പോലെ തന്നെ ഒരു മഹാഭാരത മാസം നമുക്കുണ്ടാവട്ടെ. ഒരു മാസം മഹാഭാരതം വായിക്കുക, ഒരു ദോഷവുമില്ല, ഒരു അപകടവും ഉണ്ടാവില്ല. നമ്മിലെ നല്ല ബുദ്ധികളെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഗ്രന്ഥമാണ് മഹാഭാരതം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? കൈകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇന്നും പലപ്പോഴും മഹാഭാരതം വായിക്കാൻ എടുക്കുമ്പോൾ ഈ ചിന്തയാണ്, ഈ യുദ്ധത്തിന്റെ കഥയാണെന്ന്. അപ്പൊ രാമായണം യുദ്ധം അല്ലേന്ന് ചോദിച്ചാലോ പിന്നൊന്നും മറുപടി പറയാനില്ല. അതൊക്കെ യുദ്ധമാണ്, എന്നാലും മഹാഭാരതം വായിക്കില്ല, അത്രേ ഉള്ളൂ. മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത, അത് വായിക്കില്ലേ? അത് വായിക്കാം. വിദുരോപദേശമുണ്ട്, അത് വായിക്കില്ലേ? വായിക്കാം.
ഫനൽഫുജാതീയം എന്ന് 3 ഉപദേശങ്ങൾ അതിൻ്റെ അകത്ത്. അത് വായിക്കില്ലേ? അതും വായിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പം മഹാഭാരതം ഭാഗികമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പം ഈ മഹാഭാരതത്തെ നിരന്തരമായും പാരായണം ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ആഫുരി സമ്പത്തിനെ നമുക്ക് എന്ത് ചെയ്യണം? നശിപ്പിച്ച് ഇല്ലാതാക്കാൻ പറ്റണം. ഇനിയും ഇത് കഴിഞ്ഞാൽ ഈ വ്യാസൻ 3 പുത്രന്മാരെ ഉണ്ടാക്കി. ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിദുരർ, 3 പേരും 3 സ്വഭാവക്കാരാണ്. ഇപ്പൊ ധൃതരാഷ്ട്രനെ പോലല്ല പാണ്ഡുവിനെ പോലല്ല വിദുരർ. നമുക്കറിയാം 3 പേരെ. ഈ 3 പേരിലും കൂടിയാണ് വ്യാസൻ ഈ 2 സമ്പത്തുകളെ വിന്യസിച്ചത്. ഒരാളിൽ ദൈവീ സമ്പത്ത് വിന്യസിച്ചു, മറ്റു 2 പേരിലും രജോഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും സമ്പത്തുകളെ എന്ത് ചെയ്തു? വിനിയോഗിച്ചു. ഇനി ഇവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക. ഈ ധൃതരാഷ്ട്രക്ക് ഗാന്ധാരി വിവാഹം കഴിച്ചു. ധൃതരാഷ്ട്രൻ ജാത്യന്ധനായതുകൊണ്ട് ഗാന്ധാരിയും എന്ത് ചെയ്തു? ജീവിതകാലം മുഴുവൻ കണ്ണുകെട്ടി ജീവിക്കേണ്ടി വന്നു. ഒരു പക്ഷെങ്കിൽ ഗാന്ധാരി കണ്ണു തുറന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഈ മഹാഭാരത യുദ്ധത്തിന്റെ വലിയ ദൗഷ്ട്യതകൾ ഉണ്ടാകാതിരിക്കുമായിരുന്നു. ഒരമ്മയുടെ ഏറ്റവും വലിയ കടമ അവിടെയാണ്. ഞാനൊരിക്കലും ഇന്തോനേഷ്യയിൽ മഹാഭാരതത്തെ കുറിച്ചൊരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ പോയപ്പോൾ തായ്ലൻഡിൽ നിന്ന് ഒരു സംസ്കൃത പ്രൊഫസർ, ഒരു മദാമ്മ, അവിടെ ഇന്തോനേഷ്യ മാലദ്വീപിലാണ്. അവിടെ ആരും പ്രഭാഷണം ആരംഭിക്കുന്നത് ശാന്തി 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 എന്ന് മുസ്ലിം രാഷ്ട്രമായ അവിടെ ഈ ശാന്തി പാഠം ഉറക്കെ ചൊല്ലിക്കൊണ്ടേ അവർ പ്രഭാഷണം ആരംഭിക്കും. ആരും, മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും, അത് അവരുടെ നിർബന്ധമാണ്. ആദ്യവും ശാന്തി പാഠം ചൊല്ലണം, ഒടുക്കവും ശാന്തി പാഠം ചൊല്ലണം. അങ്ങനെ അവിടുത്തെ പ്രസിഡന്റ് ശാന്തി 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 എന്ന് ചൊല്ലിക്കൊണ്ട് പ്രഭാഷണം ആരംഭിച്ചു. ഉപസംഹരിച്ചതും ശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യക്കാർ കുറച്ചുപേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ശാന്തി പാഠം ചൊല്ലിക്കൊണ്ട് പ്രഭാഷണം ആരും ആരംഭിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോഴേ കേട്ടുകൊണ്ടിരുന്ന മദാമ പറഞ്ഞു, എങ്ങനെ ശാന്തി ഉണ്ടാകും ഭാരതത്തിൽ? ഉണ്ടാവാതിരിക്കാൻ കാരണം ഗാന്ധാരിയെ പോലെ കണ്ണടച്ച് നടക്കുന്നവരാണ് ഭാരതീയരൊക്കെ ഇന്ന്. കണ്ണ് കാണാം, പക്ഷെ എന്ത് ചെയ്യത്തില്ല? കണ്ണ് കാണാമെന്ന് ഒരിക്കലും നടിക്കില്ല. ഞാനിതൊന്നും കണ്ടില്ല, ഞാനിതൊന്നും കേട്ടില്ല, കണ്ടില്ല കേട്ടില്ല എന്ന് കണ്ണടച്ച് എന്തിനോടും ഏത് സാത്വിക പ്രവണതകളോടും കണ്ണടച്ച് വിമുഖരായി പോകുന്ന ഒരു വലിയ ജനസമൂഹമാണ് ഇന്ന് ഭാരതം. സത്യമല്ലേ അവർ പറഞ്ഞത്? നമുക്കൊക്കെ നല്ല അറിവുണ്ട്, കണ്ണ് കാണാം, പക്ഷെ എന്ത് ദുഷ്ടത കണ്ടാലും എന്ത് ചെയ്യും? കണ്ണടച്ചു വരും. അതൊക്കെ നടന്നോട്ടെ, എന്നെ ബാധിക്കുന്നവരുള്ളൂ. ഇതിൻ്റെ പേരാണ് ഗാന്ധാരി നയം എന്ന് അവരാ പറഞ്ഞു പഠിപ്പിച്ചത്, ആ മദാമ്മ. അവർ മഹാഭാരതം റെഫർ ചെയ്ത് ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അവരോട് പിന്നെ സംസാരിച്ചപ്പോഴാണ്, നോക്കൂ, അപ്പൊ ഇങ്ങനെ ഈ അന്ധത സ്വയം വരിക്കുകയാണ് ചെയ്തത്. ഇവളെ അന്ധയല്ല, പിന്നെന്താണ്? അന്ധത സ്വയം വരിച്ചതാണ്. ഇന്ന് മനുഷ്യർ അധികവും ഈ അന്ധത സ്വയം വരിച്ച് നടക്കുന്നവരാണ്, അല്ലേ? പലതും കാണും, പക്ഷെ എന്ത് ചെയ്യും? കണ്ടില്ലെന്നടിച്ചു പോകും. അതൊക്കെ അവിടെ നടന്നോട്ടെ, എന്നെ ബാധിക്കുന്നതല്ല. അതേ സമയത്ത് അവിടെ കണ്ണു തുറന്ന് ഇടപെട്ട് പ്രവർത്തിച്ചാൽ ഈ ദുഷ്ടതയിൽ നിന്നും അവരെ മാറ്റിയെടുക്കാൻ ആർക്ക് കഴിയും? നമുക്കെല്ലാം കഴിയും. അത് കഴിയണം. ഇത് മനുഷ്യ ജീവിതത്തിന്റെ മഹത്തായ വീരഗാഥയാണ്. എന്താണ്? അന്ധത സ്വയം വരിക്കുക. ഈ ഗാന്ധാരിയുടെ കഥയിൽ കൂടി വ്യാസൻ നൽകാൻ ഉദ്ദേശം ഇതാണ്. അല്ല പിന്നെ ഗാന്ധാരിയെ കണ്ണുകിട്ടിച്ച ജീവിതം കൊണ്ട് അവിടെ ഇരുത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇതൊരു മനുഷ്യ ജീവിതത്തിന്റെ ഒരു കഥ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. എന്താണ്? ഇന്നത്തെ മനുഷ്യർ അന്ധത സ്വയം വരിക്കുന്നവരാണ്. അന്ധത ഇല്ല, പക്ഷെ എന്ത് ചെയ്തു? അത് വരിച്ചിട്ട് കണ്ണടച്ച് നടക്കുന്നവരാണ്. ഇതൊരിക്കലും പാടില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. എല്ലാവരും അങ്ങനെ നടക്കാൻ വേണ്ടിയല്ല. അധർമ്മങ്ങളെ ഇതിൻ്റെ അകത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈ അധർമ്മികൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോവാനല്ല. ഓരോ കഥാപാത്രങ്ങളും നമുക്ക് വ്യക്തമാക്കി കാണിക്കും. പിന്നീട് പാണ്ഡുവിന് 2 പത്നിമാരുണ്ടായി, കുന്തിയും മാദ്രിയും. ഇവർ എല്ലാവരും രാജകൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചിരിക്കെ പാണ്ഡു രാജാക്കന്മാരുടെ വിനോദമായ നായാട്ടിന് പോയി. കാട്ടിൽ വെച്ച് മൃഗരൂപം മാറ്റി, മനുഷ്യരൂപം മാറ്റി ഒരു ഋഷി
ഒരു മാനിന്റെ രൂപം സ്വീകരിച്ചു. കിന്ദമൻ എന്നാണ് അവന്റെ പേര്, അദ്ദേഹത്തിന്റെ പേര്. കിന്ദമൻ എന്ന ഋഷി തനിക്ക് ഭൗതിക ലോക ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു മാനിന്റെ രൂപം സ്വീകരിച്ച് ഇണചേർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇദ്ദേഹം എന്നെ അമ്പെയ്തു വന്നത്. ഇതിൽ സങ്കടപ്പെട്ട് മാൻ രൂപം ഉപേക്ഷിച്ചിട്ട് കിന്ദമൻ ശപിച്ചു പാണ്ഡുവിനെ, അനുവാദമില്ലാത്ത സ്ത്രീയെ സ്പർശിച്ചാൽ നിന്റെ ശരീരം 100 കഷ്ണങ്ങളായിട്ട് പോകുന്നു. ഈ ശാപം ഏറ്റുവാങ്ങിയ പിന്നെ അദ്ദേഹം നാട്ടിലേക്കില്ല, കാട്ടിൽ തന്നെ താമസിച്ചു. കുന്തിയും മാദ്രിയും കൂടെയുണ്ട്. കുറേ നാളായപ്പോഴാണ് ഗാന്ധാരി ഗർഭവതിയാണെന്ന് അറിഞ്ഞത്. ഗാന്ധാരി ഗർഭവതിയാണെന്ന് അറിഞ്ഞപ്പോൾ പാണ്ഡുവിനാണ് സങ്കടം, കുന്തിക്കും മാദ്രിക്കും അല്ല. കാരണം എന്താണ്? അവിടെ രാജകൊട്ടാരത്തിൽ ഇപ്പം രാജാവ് പാണ്ഡുവാണ്. പക്ഷെ രാജകൊട്ടാരത്തിൽ ഇനി അവകാശം ആർക്കാണ്? തനിക്കാണ്, തൻ്റെ മക്കൾക്കാണ്. പക്ഷെ ഇത് കിട്ടാതെ പോകുന്നത്. എനിക്ക് മക്കളില്ലല്ലോ, ഉണ്ടാവുകയില്ല. കാരണം സ്ത്രീയെ സ്പർശിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി എന്താണ് ഒരു വഴി? ഒരു വഴിയില്ല. അവസാനം സങ്കടപ്പെട്ട് കുന്തിദേവിയോട് ചോദിക്കും, സ്ത്രീകൾക്ക് സാധാരണ പുരുഷന്മാരെക്കുള്ളൊരു സ്വഭാവ ഗുണം കൂടുതലുണ്ട്. അവർക്ക് പ്രത്യുൽപ്പന്ന മതി എന്നൊരു ബുദ്ധിയുണ്ട്. അതിൻ്റെ അർത്ഥം ഓരോ കാര്യം വരുമ്പോൾ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്ന അവർക്കാണ്. പുരുഷന്മാർ ദീർഘസൂത്രികളാണ്. മഹാഭാരതം പറഞ്ഞു പിടിപ്പിക്കുന്ന ഇതൊക്കെ. ദീർഘസൂത്രി എന്ന് വെച്ചാൽ വിചാരിച്ച് ആലോചിച്ച് ചിന്തിച്ചിരിക്കും, എന്ത് വേണം എന്ത് വേണം എന്ത് വേണം. മറ്റൊരതല്ല, കൈ മുറിഞ്ഞാൽ അപ്പം തന്നെ കണ്ണിൽ കാണുന്ന കാപ്പിപ്പൊടി എന്ന് എടുത്തു വെച്ചിട്ട് കൈ കെട്ടും. മറ്റൊരു മരുന്ന് തപ്പി എവിടെയാണ് ഡോക്ടർമാരെ തപ്പി ഇങ്ങനെ നടക്കുകയുള്ളൂ. ഈ ഒരു പ്രത്യുൽപ്പന്ന മതിത്വം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ എന്താണ്? കൂടുതലാണ്. നൈസർഗികമായുള്ള പഠിപ്പ് അവർക്കുണ്ട്. പ്രത്യേകം പഠിപ്പിച്ചില്ലെങ്കിലും അവർക്ക് ജന്മസിദ്ധമായ ഒരു പാഠവും പഠിപ്പ് അവർക്കുണ്ട്. അതുപോലെ പുരുഷന്മാരെക്കാൾ കൂടുതൽ പെട്ടെന്ന് ചിന്തിച്ച് പ്രവൃത്തിയിലെത്താനുള്ള പ്രത്യുൽപ്പന്ന മതിത്വ ബുദ്ധിയുണ്ട്. ഇങ്ങനെ നോക്കിയാൽ 2-3 ഗുണം സ്ത്രീകൾക്കുണ്ട്. അതുപോലെ ഉപായജ്ഞത, ഒരു ഉപായം കണ്ടെത്താനുള്ള കഴിവ് സ്ത്രീകൾക്കാണ്. ഒരു പ്രതിസന്ധി വന്നാൽ എന്താണ് പരിഹാരം എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സ്ത്രീകൾക്കാണ്. മഹാഭാരതമൊക്കെ വിസ്തരിച്ച് ഉപന്യസിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വായിച്ചെങ്കിലേ അറിയൂ. ഒറ്റ സ്ത്രീകൾ ഇത് വായിച്ചറിഞ്ഞിട്ടില്ല. ഇതുപോലെ സ്ത്രീകളുടെ സ്വഭാവ ഗുണത്തെ നന്നായി പുകഴ്ത്തി പാടിയ ഒരു ഗ്രന്ഥം വേറെയില്ല. അതുകൊണ്ട് കുന്തിദേവിയോട് പറയും, ഒരു ഉപായം കണ്ടെത്തൂ ഒരു സന്താനം ഉണ്ടാവാൻ. അപ്പോഴാണ് കുന്തി തന്റെ മന്ത്രത്തെക്കുറിച്ച് ദുർവാസ മഹർഷിയിൽ നിന്നും അവിടെ തനിക്ക് കിട്ടിയ മന്ത്രത്തെക്കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്ന ദേവതകളെ ഞാൻ ഉപാസിച്ച് സന്താനത്തെ സൃഷ്ടിക്കാം. അനുവാദത്തോടുകൂടി എന്താണ് 3 ദേവന്മാരെ ഉപാസിച്ചു. യമധർമ്മനിൽ നിന്നും യുധിഷ്ഠിരനുണ്ടായി, വായുവിൽ നിന്നും ഭീമനുണ്ടായി, അതേപോലെ ഇന്ദ്രനിൽ നിന്നും അർജുനുണ്ടായി. ഇനിയും കൂടിയൊരു പത്നിയുണ്ട്. അവൾ വെറുതെ നോക്കിയിരിക്കുകയാണ്. അവസാനത്തെ 2 മന്ത്രം അവൾക്ക് കൊടുത്തു. മാദ്രി 2 കൂടി ഒന്നിച്ചു ഉച്ചരിച്ചപ്പോൾ 2 പുത്രന്മാരെ ഒന്നിച്ചു കിട്ടി. ഇരട്ടകളായിട്ട് നകുല സഹദേവന്മാർ. ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ എന്താണ് 5 പുത്രന്മാർ പാണ്ഡവരായിട്ട് ഉണ്ടായ കഥ. ഇനിയും ഇത് കഴിഞ്ഞ് ഇനി എന്തു വേണം? ഇത് ആലോചിച്ച് ഇദ്ദേഹം ഇനി ഞാൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചില്ല എന്നുള്ളത് കൊണ്ട് തൻ്റെ ആ ശരീരം അവിടെ യോഗനിദ്രയിൽ അദ്ദേഹം ദഹിപ്പിച്ച് തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോകാതായി. ആ വഴിയിലേക്ക് മാദ്രിയും പോയി. കുന്തിയും ഈ 5 കൊച്ചു കുട്ടികളുമായി കൊട്ടാരത്തിലേക്ക് കടന്നു കയറിച്ചിരുന്നു. ആ കൊട്ടാരത്തിൽ ഗർഭവതിയായ ഗാന്ധാരിയുണ്ട്, ധൃതരാഷ്ട്രമുണ്ട്. 16 മാസം ഗർഭിണിയായിട്ട് പ്രസവിക്കുന്നില്ല. ഈ അനുജത്തിയുടെ മക്കളെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത പാരുഷ്യം, ക്രോധം, സങ്കടം. നോക്കൂ, മനുഷ്യ ജീവിതത്തിന്റെ കഥയല്ലേ ഇത്. ഇതൊക്കെ ഉണ്ടായിട്ട് ഗാന്ധാരിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവളൊരു മുറിക്കകത്ത് കയറി മുറി അടച്ചിരുന്ന് ഒരു കല്ലെടുത്ത് തൻ്റെ ഗർഭത്തെ എന്ത് ചെയ്തു? ഉടച്ചുടച്ച് താഴേക്ക് ഇറക്കി പ്രസവിപ്പിച്ചു. അതൊരു മാംസഖണ്ഡമായിരുന്നു, കുട്ടിയുടെ രൂപത്തിലായതല്ല. അവൾ സങ്കടപ്പെട്ടപ്പോൾ വ്യാസൻ അതുവഴി ഒന്ന് പറഞ്ഞു, അത് 100 കഷ്ണങ്ങളാക്കി വിഭജിച്ച് 100 കുടങ്ങളിൽ വെച്ച് 40 ദിവസം നെയ്യ് കോരി ധാര കോരിക്കോളൂ, അതിൽ നിന്നും സന്താനം ഉണ്ടാകും എന്ന്. അങ്ങനെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ ഭാരതത്തിന് കിട്ടി. ആരാണ്?
കൗരവന്മാർ 100 അവശേഷിച്ച ദുശ്ശളയും. അന്ന് ടെസ്റ്റ് ട്യൂബിന് പകരം കുടമായിരുന്നു മാത്രമേ ഉള്ളൂ. ഇന്ന് ടെസ്റ്റ് ട്യൂബാണ് പകരം ഒരു കുടവും. ആ കുടത്തിൽ 41 ദിവസം എന്ത് ചെയ്തു? നെയ് ധാര കോരി എന്ത് ചെയ്തു? ഈ മാംസഖണ്ഡം ആരായി? ശിശുവായി മാറി. വാസ്തവത്തിൽ പാണ്ഡവ കൗരവന്മാരുടെ ജന്മം എത്ര നികൃഷ്ടമായിട്ടാണ് എന്ന് നമുക്ക് തോന്നും വ്യാസൻ അവതരിപ്പിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യജീവിതത്തിൽ സംഭവിക്കാവുന്ന അപാകതകളെയും വൈരുദ്ധ്യങ്ങളെയും നിരത്തി മുമ്പിൽ കാണിച്ചിട്ട് ഇതുകൊണ്ട് വരുന്ന ദോഷങ്ങളെ കാണിക്കാനാണ് പുറപ്പെട്ടത്. ഈ പാണ്ഡവ കൗരവന്മാരുടെ ഈ ജന്മം കൊണ്ട് അവർക്ക് സിദ്ധിച്ചത് പരസ്പരമുള്ള വൈരവും വിദ്വേഷവും മാത്രമായിരുന്നു. ഈ 100 ഈ 5 പേരും ഒന്നിച്ച് ആ കൊട്ടാരത്തിനകത്ത് തന്നെ ഒരു സ്കൂൾ ഉണ്ടാക്കി. സ്കൂൾ വരെ ഉണ്ടല്ലോ, 100 പേരുണ്ട്, 2 ഡിവിഷനുള്ള കുട്ടികളായി ധാരാളമായി. സ്കൂൾ ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് പഠിപ്പിച്ചു. അങ്ങനെ അവരെ വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിപ്പിച്ചു. അപ്പോഴാണ് ദ്രോണാചാര്യൻ നിവൃത്തിയില്ലാതെ വരുന്നത്. അദ്ദേഹത്തെ ആചാര്യനാക്കി മാറ്റി, ആയുധ വിദ്യകളൊക്കെ പഠിപ്പിച്ചു. ഇങ്ങനെ എന്ത് ചെയ്തു? വളർന്നു വന്നു. പക്ഷെ ചെറുപ്പം മുതൽ തന്നെ ഇവരുടെ ഉള്ളിൽ ഞങ്ങൾ 100 ഇവർ 5 എന്നുള്ള വിഭാഗീയത ഇന്ന് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്നത്. അതിങ്ങനെ വളർന്നു വന്നപ്പോൾ പാണ്ഡവരിൽ ഏറ്റവും വൈരുദ്ധ്യമുള്ള ഒറ്റ ഒരാൾ ആരേ ഉള്ളൂ? ഭീമസേൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിന്നെയും ഉൾക്കൊള്ളാം. നല്ല തടിമുടി കൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള കടന്നു കൈ വീശിയാൽ മതി, കൗരവന്മാരുടെ ദേഹം നോവും. ചുമ്മാ കൈ കൊണ്ടൊന്ന് കൊട്ടിയിട്ട് പോയാൽ മതി. അതൊക്കെ കളി ചെയ്യുന്നതാണ്. ഇത് ദുര്യോധനാദികളെ കണക്കറ്റ് വേദനിപ്പിച്ചു. ഓരോ ദിവസവും വേദനിപ്പിച്ചു. എങ്ങനെങ്കിലും ഈ ഭീമനെ ഒഴിവാക്കണം, അല്ല ഒരു വഴിയില്ല. ഈ ഭീമനുള്ള കളിച്ച് ഇനി ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരൊരു ദിവസം കളിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായിട്ടും വീട്ടിൽ നിന്ന് ചോറും കൊണ്ടാണ് വരുന്നത് കളിക്കാൻ. വൈകിട്ട് തിരിച്ചു പോകുള്ളൂ. ആ ചോറിനകത്ത് ദുര്യോധനൻ വിഷം കലർത്തി ആർക്ക് കൊടുത്തു? ഭീമസേനന് കൊടുത്ത് വിഷം കഴിച്ച് ബോധം കെട്ട് കിടന്ന ഭീമസേനെ കയർ കൊണ്ട് വരിഞ്ഞ് കെട്ടി മുറുക്കി ഒരു കല്ല് പോലാക്കിയിട്ട് ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു. ഹാവു, സമാധാനമായി. തിരിച്ചെല്ലുമ്പോൾ 4 പേരേ ഉള്ളൂ. കുന്തി ചോദിച്ചു, ഒരാളെവിടെ? അറിയില്ല, കണ്ടില്ല, കാണാനില്ല. അന്വേഷിക്കാൻ ആരുണ്ട്? ആരുമില്ല. ഇവരുടെ അച്ഛനില്ല. പിന്നെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ്, കണ്ണു കാണിയില്ല. അദ്ദേഹം ഈ മക്കളുടെ പരിധിയിലാണ്. നോക്കൂ, ഇന്ന് മക്കളുടെ പരിധിയിൽ കഴിയുന്ന എത്രയോ മാതാപിതാക്കളുടെ കഥ മഹാഭാരതം ഭംഗിയായിട്ട് ഞൊറിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇത് മനുഷ്യകഥയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഈ ഒരാഴ്ച ഇന്നാണെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ട് മിഫ് എന്നുള്ള മറ്റുള്ളൊരു കേസും ഒക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കിട്ടില്ലല്ലോ. ഇദ്ദേഹം എന്ത് ചെയ്തു? താഴേക്ക് ഒഴുക്കിൽപ്പെട്ട അടിയിൽ ചെന്ന് പാതാള ലോകത്ത് ചെന്നു. അത് സർപ്പങ്ങളുടെ ലോകമാണ്. അവിടെ ചെല്ലുമ്പോൾ നാഗങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കുന്തിദേവിയുടെ പിതാമഹന്റെ ഒരു പിതാമഹനാണ് വാസുകി എന്ന ഒരു സർപ്പം. വാസുകിക്ക് മനസ്സിലായി ആളിനെ. അദ്ദേഹം മടിയിലിരുത്തി എന്ത് ചെയ്തു? 8 കുടം ഒരു ദ്രവ്യം, ഒരു തീർത്ഥം പോലത്തെ ഒരു 8 കുടം വെള്ളം കുടിപ്പിച്ചു. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭീമസേൻ ഉണർന്നു എന്ന് മാത്രമല്ല, 10,000 ആനയുടെ കരുത്തോടെ ഗംഗയുടെ പുറത്തേക്ക് കിടന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട മകൻ തിരിച്ചെത്തി. പക്ഷെ തിരിച്ചു വന്നത് ഇവിടുന്ന് പോയതിനേക്കാൾ 1000 മടങ്ങ് ബലത്തോടെയാണ്. നോക്കൂ, എന്തു ദേശത്താണോ ചെയ്തത് അതിൻ്റെ പരിണത ഫലം 100 ഇരട്ടിയായിട്ട് നമ്മിലേക്ക് തന്നെ വരും, ഉറപ്പാണ്. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തരം അപാകതകളും അപായങ്ങളും എങ്ങനെ തിരിച്ചടിക്കും എന്ന് ഈ മഹാഭാരതം പഠിപ്പിക്കല്ലേ? ഇതൊക്കെ മനുഷ്യകഥയല്ലേ? ഇതുപോലെ മനുഷ്യന്റെ കഥയെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാനസിക അവസ്ഥകളെക്കുറിച്ച് നന്നായിട്ട് വിശകലനം ചെയ്ത് എഴുതി പഠിപ്പിച്ച ഒരു ഗ്രന്ഥം വേറെയില്ല, മഹാഭാരതം പോലെ. അങ്ങനെ വിസ്തരിച്ച് എന്ത് ചെയ്തു? ഈ കാര്യം അവിടെ ബോധ്യപ്പെടുത്തി. ആ വിരോധം അങ്ങനെ നിലനിന്നു. ദുര്യോധനാദികൾ മരിച്ചുപോയി എന്നാണ് വിചാരിച്ചു. ഇനിയും വരുമെന്ന് വിചാരിച്ചില്ല. അവർക്ക് സങ്കടവും സന്തോഷവും ഉണ്ടായി. എല്ലാവരെയും അങ്ങ് സന്തോഷം ഉണ്ടായി. ഉള്ളിൽ കനത്ത വിദ്വേഷമാണ്. അപ്പോഴാണ് ആരെ വിളിച്ച്? അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു പശുപതി ക്ഷേത്രത്തിൽ ഗംഭീരമായ ഉത്സവം നടക്കുന്നുണ്ട്. ഒരാഴ്ചത്തെ ഉത്സവമാണ്. ആ ഉത്സവം കാണാൻ നമുക്ക് കുട്ടികളായ എല്ലാവർക്കും വലിയ മോഹമാണ്.
ഞങ്ങളെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ പോയിട്ട് 2 ദിവസം തിരിച്ചു പോരും. അനുജന്മാരുടെ കുട്ടികൾ പാണ്ഡവരൊക്കെ ഒരാഴ്ച അവിടെ താമസിച്ച് ഉത്സവമൊക്കെ ആഘോഷിച്ച് തിരിച്ചു വരട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ അന്ധനായ ധൃതരാഷ്ട്രൻ എന്ത് ചെയ്തു? നിവൃത്തിയില്ലാതെ രാജ്യം സ്വീകരിച്ചു. ആദ്യം വിധവ, പിന്നെ അന്ധൻ. ഭാരതം ഭരിച്ച ആൾക്കാരുടെ പട്ടികയാണ്. കണ്ണു കാണാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു? രാജ്യം ഭരിക്കുന്നു. കണ്ണു കാണുന്ന ഭീഷ്മർ താഴെ നിൽപ്പുണ്ട് അല്ലേ? ഭീഷ്മർക്ക് അവകാശമുണ്ട്. ആ പ്രതിജ്ഞ കഴിഞ്ഞു വേണമെങ്കിൽ രാജ്യം ഭരിക്കാമെന്ന്, പക്ഷെ ഭീഷ്മർ ഇടപെട്ടില്ല. ഇനിയും ഇത് കഴിഞ്ഞ് ആ വാരണാവതത്തിൽ കൊണ്ടുപോയി ഒരു അരക്കില്ല ഉണ്ടാക്കി അവിടെ ഘനകനെ പറഞ്ഞയച്ചിട്ട് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ പോകാൻ നേരം വിതുരര് ധൃതരാഷ്ട്രം വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അരക്കോടുണ്ടാക്കിയ വീടാണ്, അതിവര് തീയിടും, നിങ്ങളെ അവിടെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുവന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അതിനൊരു വലിയ തൂണുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ തൂണിൽ കൂടി ചെല്ലുന്നതിന്റെ 3-ാം ദിവസം ഇറങ്ങി താഴേക്ക് പോയി രക്ഷപ്പെട്ടോണം. ഇത് ധൃതരാഷ്ട്ര ഉള്ളിലുണ്ട്, ആരോടും പറഞ്ഞില്ല. അവിടെ പോയി ഉത്സവം കണ്ടു, അവിടെ കിടന്നു. പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തു? തീക്കുള്ളിയുമായിട്ട് വന്ന വിരോചനൻ മുഴുവൻ തീ വെച്ച് നശിപ്പിച്ചു. അതിനു മുമ്പ് പാണ്ഡവർ എന്ത് ചെയ്തു? ഭീമന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തി കാമികവനത്തിലേക്ക് യാത്രയായി. ഇത് ഒരു ഭാഗത്തെ കഥയാണ്. ഞാൻ ബാക്കി കഥയിലേക്ക് കിടക്കുന്നില്ല. എനിക്ക് അനുവദിച്ച സമയം 11 മണി അവിടെ കൃത്യമായി. ഇനിയും 10-15 മിനിറ്റ് വേണമെങ്കിൽ എടുത്തോളാൻ ആരോ പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനിത് ഉപസംഹരിക്കാം. ഇനി അടുത്ത പ്രഭാഷണത്തിന് ആൾ വരുന്നില്ലേ, ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അപഹരിക്കുന്നത് ശരിയല്ലല്ലോ. ഇനിയും അത് കഴിഞ്ഞാൽ ഇത് മഹാഭാരതത്തിന്റെ ആദ്യ പർവ്വത്തിലെ കഥയുടെ ഒരു ഭാഗമാണ്. ഇങ്ങനെ 18 പർവ്വത്തിലെ കഥയും നമുക്ക് മനുഷ്യജീവിത കഥയുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. 18 പർവ്വത്തിലെയും കഥയുണ്ട്. ഇത് പോയി അവസാനം ഈ വൈരം ചെന്നെത്തിയത് എന്തിനാണ്? ഒരു യുദ്ധത്തിലാണ്. അവിടെയാണ് മഹാഭാരത യുദ്ധത്തിലേക്ക്. ആദ്യത്തെ 5 പർവ്വം കഴിഞ്ഞാൽ പിന്നെ യുദ്ധങ്ങൾ മാത്രമാണ് 5 പർവ്വത്തിൽ. ആദി, ഫഭ, വന, വിരാട, ഉദ്യോഗ പർവ്വങ്ങൾ. ആദി ഫഭയിൽ ഇതാണ്. ഇനിയും ഫഭാപർവം 2-ാമത്തെ പർവ്വത്തിൽ ചൂതുകളിയാണ്. കള്ളച്ചൂതിൽ രാജ്യം മുഴുവൻ പരാജയപ്പെടുത്തി പോകുന്നതാണ്. ഇവര് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ രാജ്യത്തെ നേരെ പകുത്ത് രണ്ടാക്കി, 2 രാജധാനി ഉണ്ടാക്കി, 2 പേരെ രാജാക്കന്മാരാക്കി വാഴിച്ചു. അപ്പോഴാണ് ചൂതുകളിയും ഈ കഥകളൊക്കെ ഉണ്ടാകുന്നത്. അതിൽ നിന്നും എന്ത് ചെയ്തു? അന്നുണ്ടായിരുന്ന ചെറുപ്പകാലത്തിലുണ്ടായിരുന്ന ഒരു പക വിദ്വേഷമായി, യുദ്ധമായി പരിണമിച്ചു. തങ്ങളിൽ തന്നെ അടിപിടി, ഘോരമായ ബഹളം. ജ്യേഷ്ഠാഞ്ചന്മാർ തമ്മിലുള്ള വഴക്ക് ഇന്ന് തന്നെ നടക്കുക. രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, സ്വത്തിന് വേണ്ടിയിട്ടാണ്. എന്നും പത്രത്തിൽ കാണുന്ന വാർത്ത ഇതാണ്: മക്കൾ അച്ഛനമ്മമാരെ കൊല്ലുന്നു സ്വത്തിന് വേണ്ടി, അനുജൻ ജ്യേഷ്ഠനെ കൊല്ലുന്നു സ്വത്തിന് വേണ്ടി. അപ്പൊ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാവുന്ന പാളിച്ചകൾ, പോരായ്മകൾ എടുത്തു കാണിച്ച അങ്ങനെ ചെയ്യാനല്ല. ഇതാണ് വേദവുമായി മഹാഭാരതത്തിന്റെ ബന്ധം. അവിടെയാണ് ഇതിഹാസ പുരാണാഭ്യാം വേദാർത്ഥം ഉപബൃംഹയേത്. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദം നൽകുന്ന അർത്ഥത്തെ വളർത്തി കാണിക്കണം എന്നാണ്, വലുതാക്കി കാണിക്കണം എന്നാണ്. വേദം നൽകിയ 2 സന്ദേശമുണ്ട്: വിധി, നിഷേധം. ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കരുത്, രണ്ടും പറഞ്ഞുതരും. വിധിയുമുണ്ട്, നിഷേധവുമുണ്ട്. അമൃത് ഭക്ഷിക്കണം, വിഷം കഴിക്കരുത്, വേദത്തിന്റെ വിധികളാണ്. അരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യരുത്. ഇതേപോലെ വിധി നിഷേധങ്ങൾ മഹാഭാരതത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കരുത്. ദുര്യോധനനെ പോലെയുള്ള ജീവിതം ആവരുത്, യുധിഷ്ഠിരനെ പോലെ ജീവിക്കണം. നമുക്ക് കിട്ടുന്ന ഒരു പാഠം അത്. എന്തുകൊണ്ടാണ്? ദുര്യോധനിൽ കാണപ്പെട്ട അധർമ്മങ്ങളെ മുഴുവനും യുദ്ധത്തിനു മുമ്പ് ഉണ്ടായ ചൂതുകളി, അവിടെയുള്ള അധർമ്മം, അതിൽ വെച്ച് അനുജന്മാരുടെ പത്നിയായ പാഞ്ചാലിയെ പണയപ്പെടുത്തുന്ന കഥ, ഇതൊക്കെ ധാരാളം വിചിന്തനം ചെയ്ത് മനുഷ്യന്റെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ദുർമാർഗങ്ങളെ വ്യാസൻ വരച്ചു കാണിക്കലാണ്. അതുവഴി പോകാനല്ല, അങ്ങനെ പോവരുതെന്ന് പറയാൻ വേണ്ടിയാണ്. ആ വഴിയിലേക്ക് പോവാതിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മഹാഭാരതത്തിന്റെ ഒരു ആദ്യത്തെ പശ്ചാത്തലമാണ് യുദ്ധഭൂമിയിലേക്ക് പോകുന്നിടം വരെ. ആദി, ഫഭ, വന, വിരാട്. ഉദ്യോഗപർവത്തിൽ വെച്ചാണ് ശ്രീകൃഷ്ണ ഭഗവാൻ രംഗത്തേക്ക് വരിക. ശരിക്കും അതിനുമ്പോ വനപർവ്വത്തിന്റെ 1-2 സന്ദർഭത്തിൽ കാണുന്നുണ്ട്.
അതിനുശേഷം ഉദ്യോഗപർവം, യുദ്ധത്തിനുള്ള ഉദ്യോഗം, ഒരുക്കം, അവിടെയാണ് ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ഇടപെടുന്നത്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിദ്വേഷമോ പകയോ വാശിയോ ഒരു യുദ്ധമായി പരിണമിക്കുന്നു കണ്ടാൽ ആരെ വിളിക്കണം? ഈശ്വരനെ വിളിക്കണം. അദ്ദേഹം ഉള്ളിൽ കടന്നു വന്നാൽ അതിനെ വേണ്ട വിധത്തിൽ പരിഹരിച്ചോളൂ. മനുഷ്യജീവിതത്തിലെ ഏതൊക്കെ തരത്തിൽ വിഷമതകളും ദുഃഖങ്ങളും ആപത്തുകളും സങ്കടങ്ങളും വരുന്നോ അപ്പോഴൊക്കെ വിളിച്ചു കരയേണ്ടത് ആരെക്കുറിച്ചാണ്? ഈശ്വരനെ കുറിച്ചാണ്. ഈ അവബോധം ചെറുപ്പം മുതലേ നമ്മിൽ, കുട്ടികളിൽ, വളർന്നു വരുന്നവരിൽ ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യണം. ഈശ്വര സാന്നിധ്യമില്ലെങ്കിൽ ഈ സദാചാരങ്ങളെയോ സദ്ബുദ്ധികളെയോ ദൈവീ സമ്പത്തിനെയോ വളർത്തി ഉപയോഗിക്കാൻ പറ്റില്ല. ഉള്ളിലുണ്ട്, പക്ഷെ വളർന്നു വരില്ല. ഭക്തിയുണ്ട്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യത്തില്ല? വളർത്തില്ല. ഇന്നിപ്പോ ഈ അമ്പലത്തിൽ കൂടുമ്പോ എന്താണ്, ഇന്ന് ഒരു ദിവസം അല്ലെങ്കിൽ പകല് കുറെ സമയം ഭക്തി ഉണ്ടായി. ഇനി 7 ദിവസത്തെ സത്രം കഴിഞ്ഞ് തിരിച്ചു പോയാലോ പിന്നെ ഭക്തിയില്ല. പിന്നെന്താണ്? അടുത്ത സത്രമോ അടുത്ത അമ്പലത്തിലോ പോകാൻ നമുക്ക് ഭക്തി ഉണ്ടാകണമെങ്കിൽ. മേൽപ്പത്ത് പറയും ഭക്തേരുൽപത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ നൂനം. ഭക്തിയുടെ ഉൽപ്പത്തിയും വേണം, വൃദ്ധിയും വേണം. നമുക്കെന്തേ ഉള്ളൂ? ഉൽപ്പത്തി മാത്രമേ ഉള്ളൂ, വൃദ്ധിയില്ല. ഉണ്ടായ ഭക്തി നഷ്ടപ്പെടാതെ എന്ത് ചെയ്യണം? ഓരോ ദിവസവും പരിപോഷിപ്പിച്ച് അഭിവൃദ്ധിപ്പെടുത്തി വളർത്തി വലുതാക്കി ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ പോവാറില്ല. ഭക്തി ഉണ്ടാകും, അപ്പോഴേ അത് കളയും. പിന്നെ ഇനി അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വരണം അമ്പലത്തിലോട്ട് വരണമെങ്കിൽ. ആ ഒരാഴ്ച ഞങ്ങൾക്ക് എന്ത് വേണ്ട? ഭക്തി വേണ്ട. അപ്പൊ ഉണ്ടായ ഭക്തിയോ അത് പോയി. പോകാൻ കാരണം എന്തെന്ത് പ്രശ്നങ്ങളാ ജീവിതത്തിൽ. വേറെ ഭക്തിക്ക് സ്ഥാനമില്ലല്ലോ വീട്ടിൽ ചെന്നാൽ പിന്നെ. അപ്പൊ അതിനെ മാറ്റി നിർത്തും. അതുകൊണ്ടാണ് ഭക്തി ഉണ്ടാകും, പക്ഷേ എന്ത് ചെയ്യത്തില്ല? വളർത്തിക്കൊണ്ടിരില്ല. അപ്പൊ ഉള്ളിൽ ഈ ഭക്തിഭാവത്തെയോ ഐശ്വരീയ ഭാവത്തെയോ വളർത്തി വലുതാക്കിക്കൊണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പലർക്കും എന്ത് ചെയ്യുന്നത്? ഇത്രയൊക്കെ ഭക്തന്മാരാണെന്ന് നമ്മളും മറ്റുള്ളവരും നടിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ഉള്ളിലുള്ള നല്ല സമ്പത്തുകളെ വളർത്തിക്കൊണ്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും വളർന്നു വരുന്ന എന്താണ്? ക്രോധം, പാരുഷ്യം, ഡംഭ്, അസൂയ, മാത്സര്യം. ഇതിനെ വളർത്തിക്കൊണ്ടുകയല്ലേ ചെയ്യുക. മഹാഭാരതത്തിൽ ഭഗവാൻ ഇടപെട്ടപ്പോൾ മുതൽ അതിനെ എന്ത് ചെയ്തു? തളർത്തി ഓരോരുത്തരും ഉണ്ടായിരുന്ന ഈ ഭാവത്തെ ഇല്ലായ്മ ചെയ്തു മാറ്റിയിട്ട് ഒരു യുദ്ധം കൊണ്ട് തന്നെ. യുദ്ധത്തിൽ ഭഗവാന്റെ ഒരു അദൃഷ്ടമായ സാന്നിധ്യമല്ല യുദ്ധത്തിലുണ്ടായത്. നേരിട്ട് ഇടപെട്ടോ? ഇല്ല. എന്താണ്? തേരിൽ അതിൻ്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ, ആയുധം പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യത്തേ ഉള്ളൂ? നിയന്ത്രിച്ചു തരികയുള്ളൂ നമ്മളെ. അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതെന്ന് തിരിച്ചടിയന് കാട്ടിത്തരുവോൻ അവിടുന്ന് അന്യധരിക്കാതെ. ഉള്ളൂർ പ്രേമസംഗീതത്തിൽ മനോഹരമായി പാടിയത്. അകമേ നിലകൊണ്ട്, ഉള്ളിൽ നിന്നുകൊണ്ട് ഓരോ ചൂട് എടുത്തു വെക്കുമ്പോഴും അരുത് എന്ന് വേർതിരിച്ച് കാണിച്ചിരുന്നവനാണ് ആര്? അങ്ങ്. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന ഈശ്വര സാന്നിധ്യം കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ടത്. എന്ത് ചെയ്യണം? ഉള്ളിൽ വളർന്നു വരുന്ന ദൈവീ സമ്പത്ത് കൊണ്ട് ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റണം. ഇന്ന് നിയന്ത്രിക്കുന്നത് ആഫ്രീ സമ്പത്ത് കൊണ്ടാണ് ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ക്രോധം കൊണ്ട് ജീവിതത്തെ നിയന്ത്രിക്കാം എന്നാണ് നമ്മുടെ വിചാരം. മാത്സര്യം കൊണ്ട് നിയന്ത്രിക്കാം എന്നാണ് വിചാരം. അഹംഭാവം കൊണ്ട്, അഭിമാനം കൊണ്ട് വിജയിക്കാം എന്നാണ് വിചാരം. അതൊക്കെ നശിച്ചു പോകുന്നതാണ്. നശിക്കാതെ എന്നും നിലനിൽക്കുന്നത് ദൈവീ സമ്പത്തുകളാണ്. ആ ദൈവീ സമ്പത്ത് ഉള്ളിലുണ്ട്. പിന്നെ എന്താ എടുക്കാത്ത? അതെടുക്കണമെങ്കിൽ ആര് വേണം? ഈശ്വരൻ എന്ത് ചെയ്യണം? കടിഞ്ഞാണുമായിട്ട് ഉള്ളിൽ വരണം. മഹാഭാരത യുദ്ധത്തിൽ അതാ ഉണ്ടായത്. ഇവർക്കാർക്കും കഴിവില്ലാണ്ടാണോ കൃഷ്ണനെ വിളിച്ചുകൊണ്ട് നിർത്തിയത്? അല്ല. പിന്നെന്താണ്? ഈശ്വരന്റെ സാന്നിധ്യം തന്നെ അവിടെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് മഹാഭാരത യുദ്ധം ആരംഭിക്കാൻ നേരം ഉപദേശിക്കാൻ വേണ്ടി അർജുനനെ വിളിച്ചു നിർത്തുമ്പോഴും സന്ദർഭം തെരഞ്ഞെടുത്തത് വിവേകപൂർവമാണ് ഭഗവാൻ. ഈ യുദ്ധഭൂമിയിൽ വെച്ച് ഇങ്ങനൊക്കെ ഉപദേശിക്കാൻ പറ്റുമോ? യുദ്ധമല്ലേ ഇവിടെ വേണ്ടത്? അല്ല. കാരണം എന്താണ്? ഇപ്പൊ പറഞ്ഞാൽ മാത്രമേ ഈ കൗരവർ ഇത് കേൾക്കുള്ളൂ. ഇവരെയും കൂടെ കേൾപ്പിക്കണം. ഈ കൗരവന്മാർ എന്താണ്? 18 ദിവസം കൊണ്ട് മുഴുവൻ പേരും നശിക്കും, ഉറപ്പാണ്. ആർക്കറിയാം? കൃഷ്ണൻ അറിയാം. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കേട്ടിട്ട് ഇവർ മരിക്കട്ടെ. ആര്? കൗരവന്മാർ.
ഭഗവത്ഗീത മുഴുവൻ കേട്ടിട്ട് ആര് മരിക്കണം? കൗരവന്മാർ. അവർക്ക് മോക്ഷമേ കിട്ടുള്ളൂ. അവരെ കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദർഭം തെരഞ്ഞെടുത്തത്. അർജുനന് വേണ്ടി മാത്രമാണെങ്കിൽ 5 മിനിറ്റ് അകത്തോട്ട് മാറിയുന്ന അർജുന, ഞാൻ ചില കാര്യങ്ങൾ പറയാൻ കേട്ടിട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു വിടാമായിരുന്നു യുദ്ധഭൂമിയിൽ. അതൊന്നും ഉപയോഗിക്കാതെ പാണ്ഡവരും കൗരവരും ആയുധം കയ്യിലെടുത്ത് അവസാനത്തെ ശംഖുവിളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഉപദേശം. അത് ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കും. അങ്ങനെ അവിടെ തടിച്ചുകൂടിയിരുന്ന കൗരവരെയും പാണ്ഡവരെയും മുഴുവൻ ഇത് കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഇത് തന്നെയല്ല, കൗരവന്മാരുടെ യുദ്ധവീര്യത്തെ മുഴുവൻ ഭഗവാൻ കവർന്നെടുത്തു കണ്ണുകൊണ്ട്. സ്ഥിതപതി പരഫൈനികായു അക്ഷണാഹൃതപതി പാർത്ഥഫഖേരധർമ്മമാസ്തു. 2 സൈന്യത്തിലും ഉള്ള ആൾക്കാരെ യഥായോഗം വിന്യസിപ്പിച്ചിട്ട് കൗരവപക്ഷത്തിലുള്ള സമസ്ത യോദ്ധാക്കളുടെയും യുദ്ധവീര്യത്തെ മുഴുവൻ തൻ്റെ അക്ഷണ കണ്ണുകൊണ്ട് ആഹൃതപതി ആകർഷിച്ചെടുത്തു ഭഗവാൻ. കവർച്ചക്കാരനാണ് കൃഷ്ണൻ എന്ന് നമുക്ക് പണ്ടേ അറിയാം. ഇവിടെ പരസൈനികന്മാരുടെ ആയുസ്സിനെ എന്ത് ചെയ്തു? കവർന്നെടുത്തു ഭീഷ്മദ്രോണാദികളുടെ. എന്നിട്ട് എന്ത് ചെയ്തു? ഇനി അവര് പിണ്ടി പോലെ മാത്രമാണ്, വെറുതെ വെട്ടിയിട്ടാൽ മതി. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അവരെ വെറുതെ എന്ത് ചെയ്യാം? വെട്ടിയിടാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയും എന്ത് ചെയ്യണം? ഈ യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ തൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കിയിട്ടാണ് മഹാഭാരത യുദ്ധത്തെ ഒരു വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഈ വിജയം അനുഭവിക്കാൻ പാണ്ഡവന്മാർ തയ്യാറായില്ല. കാരണം അവരെ പാകപ്പെടുത്തി. മനുഷ്യ ജീവിതത്തിൽ വിജയം ആഘോഷിക്കാനുള്ളതല്ല. പിന്നെ എന്താണ്? അവർ യുദ്ധമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും യുധിഷ്ഠിരന് സമാധാനം ഉണ്ടായില്ല. കാരണം എന്താ? എൻ്റെ ബന്ധുക്കളെയൊക്കെ നിഗ്രഹിച്ചിട്ട് കിട്ടിയ ഈ രാജ്യം എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇവിടെ വിട്ട് വനത്തിലേക്ക് പോവുകയാണ്, വാനപ്രസ്ഥത്തിലേക്ക്. അങ്ങനെ പോകാൻ തയ്യാറായി. അവസാനം ശാന്തി എന്ന് പറയുന്ന ഒരു അധ്യായത്തിലാണ് മഹാഭാരതം തീരുക. 18ാം അധ്യായം ശാന്തിപർവത്തിൽ സ്വർഗാരോഹണം വർണ്ണിച്ച് അവിടെ പൂർണ്ണമാക്കുകയാണ്. ഈ ശാന്തിയിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള ഉപകരണങ്ങൾ മഹാഭാരതത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. എവിടേക്കാണ്? ഏത് പർവ്വത്തിൽ പോയാലും, എല്ലാ പർവ്വത്തിലും. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാത്തരം ദൗഷ്ട്യതകളെയും ഇല്ലായ്മ ചെയ്ത് നശിപ്പിച്ചിട്ട് ഉള്ളിലുള്ള സത്വഗുണത്തെ വളർത്തി ഉയർത്തിയെടുത്ത് ഒരു തേരാളിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യത്തോടെ അതിനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകത്തിന് കൊടുക്കൽ, ഇത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കഥയാണ്. ഈ മനുഷ്യ കഥയാണ് മഹാഭാരതത്തിൽ കൂടി അറിയേണ്ടത്. അതറിയാനാണ് ഇന്ന് ഈ പാണ്ഡവീയ പത്രത്തിൽ ഇത്രയും സജ്ജനങ്ങൾ കൂടിയിരിക്കുന്നത്. മഹാഭാരതം വീണ്ടും വീണ്ടും വായിക്കട്ടെ, അറിയട്ടെ, പഠിക്കട്ടെ. അത് ജീവിതത്തിൽ ഇതേപോലെ ഈശ്വര സാന്നിധ്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ ഔഷധമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. എന്നെ സംബന്ധിച്ച് ഈ പാണ്ഡവീയ പത്രം ആദ്യം ആരംഭിക്കുന്നത് തൃച്ചിച്ചാറ്റ് ചെങ്ങന്നൂരാണ്. അന്ന് അവിടെ ഞാൻ പങ്കെടുത്താണ്. അതിൽ പിന്നെ മറ്റ് 3 സ്ഥലത്ത് എനിക്ക് പങ്കെടുത്ത ആയിട്ടില്ല. ഇപ്പം ഈ പരിസമാപ്തിയിൽ ഇവിടെ അപ്പം തുടക്കത്തിലുണ്ട്, ഒടുക്കത്തിലുണ്ട്. ഇത് രണ്ടും എന്നെ സംബന്ധിച്ചൊരു വലിയ അഭിമാനകരമായ ആനന്ദകരമായ അനുഭവമാണ്. മഹാഭാരത പത്രത്തിന്റെ തുടക്കത്തിൽ അവിടെ കൂടി അന്ന് ഉദ്ഘാടന വേദിയിൽ തുടർന്ന് പ്രഭാഷണം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മറ്റിടത്തെങ്കിലും ആറന്മുളയും പുലിയൂരും തിരുവനന്തപുരം പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ അടുത്ത് കോട്ടയത്ത് എൻ്റെ അടുക്കിലേക്ക് തന്നെ ഈ പത്രം വന്നെത്തുകയും ഈ പത്രത്തെ പരിസമാപ്തിയിൽ എന്നെ കൂടി പങ്കെടുപ്പിക്കാൻ ഒരു മഹാനുഭാവം കാണിച്ച സംഘാടകരുള്ള നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം ക്ഷമയോടെ എൻ്റെ ചെറിയ വാക്കുകൾ കിട്ടുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നന്ദി അറിയിക്കുന്നു.